ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരന്റ്സ്. ലോ ബഡ്ജറ്റിൽ MBBS പഠിക്കാമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും ഇന്ന് പല സ്റ്റുഡൻസും യൂറോപ്യൻ രാജ്യങ്ങൾ ചൂസ് ചെയ്യാതെ ഏഷ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോഴും യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന മികച്ച മെഡിക്കൽ അക്കാഡമിക്സ് ഉള്ള രാജ്യമായിരിക്കും നിങ്ങളുടെ പ്രിഫറൻസിൽ ഉണ്ടായിരിക്കുക. യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഇന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ ഒരുപാട് മുന്നിൽ, അതായത് 67ാം സ്ഥാനത്താണ് കസാക്കിസ്ഥാൻ ഉള്ളത്. കൂടാതെ സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ GDP റേറ്റുള്ള ഒരു രാജ്യം കൂടിയാണ് കസാക്കിസ്ഥാൻ. 1979 സ്ഥാപിക്കപ്പെട്ട കസാക്കിസ്ഥാനിലെ ഏറ്റവും ഫീസ് കുറഞ്ഞ എന്നാൽ ഏറ്റവും മികച്ചൊരു അക്കാഡമിക് പ്രോമിസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി. സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമിയെ കുറിച്ച് ഒരു മെഡിക്കൽ ആസ്പിരൻസ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കസാക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ സിറ്റികളിൽ 3ാം സ്ഥാനത്താണ് ഷിംകന്ത് വരുന്നത്. കസാക്കിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉള്ള ഏരിയ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഭാഗമാണ് ഈ ഒരു സിറ്റി. അതുകൊണ്ട് തന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ആണ് ഷിംകന്തിലുള്ളത്. ഇൻഡസ്ട്രിയൽ പാർക്സും റിസർച്ച് സെന്റേഴ്സും ഹൈടെക് പ്രൊഡക്ഷൻ യൂണിറ്റ്സും ലാർജ് ഹോസ്പിറ്റൽസൊക്കെ ഉൾപ്പെടുന്ന വളരെ ലൈവ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഷിംകന്ത്. ഷിംകന്തിന്റെ ഈ ഒരു മോഡേൺ അർബൻ ഏരിയയിൽ തന്നെയാണ് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കസാക്കിസ്ഥാനിലെ തന്നെ മറ്റ് സിറ്റികളായിട്ടുള്ള അൽമാട്ടി, ആസ്ഥാന, നൂർ സുൽത്താൻ തുടങ്ങിയ പ്രദേശങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ലിവിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസുകളായിട്ടുള്ള ബസ്സുകളും ടാക്സികളും ഇൻ ടൗൺ ട്രാൻസ്പോർട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൂടാതെ ഷിംകന്തിലെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു ഡിസ്റ്റൻസിലാണുള്ളത്. സിറ്റി സെൻട്രൽ ആയതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ലിവിംഗ് വളരെ ഈസിയാണ്. പർച്ചേസിങ്ങിനും മറ്റുമായിട്ട് സൂപ്പർ മാർക്കറ്റ്സും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സും ഗ്രോസറി ഷോപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ആക്സസിബിൾ ആണ്. നല്ലൊരു സ്ട്രോങ് പോലീസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കസാക്കിസ്ഥാനിലെ സേഫ്റ്റിയെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് വെറിയിടാവേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻസിന് യാതൊരു ഇഷ്യൂസും വരാത്ത രീതിയിൽ തന്നെ 24/7 സെക്യൂരിറ്റി സർവൈലൻസസ് ഉള്ള വളരെ സേഫും സെക്യൂറും ആയിട്ടുള്ള സ്റ്റഡി എൻവയോൺമെന്റ് ആണ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പു തരുന്നു. സോ ഓവറോൾ അക്കാഡമിക്സ് ആൻഡ് റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പഠനാന്തരീക്ഷമാണ് ഷിംകന്തിലുള്ളത്. അതുപോലെ നമ്മൾ ഈ സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമിയുടെ ഒരു റെക്കഗ്നൈസേഷൻസ് നോക്കുകയാണെങ്കിൽ 2006 ഇന്റർനാഷണൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് SKMAക്ക് ലഭിക്കുന്നത്. വർഷങ്ങളായിട്ട് മെഡിക്കൽ അക്കാഡമിക്സിൽ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്കും സാധിച്ചിട്ടുണ്ട്. US-ലും യൂറോപ്പിലും ഒരുപാട് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ കുറഞ്ഞ ഫീസിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻസ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മോട്ടോയാണ് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി ഫോളോ ചെയ്യുന്നത്. ഇനി നിങ്ങൾ എബ്രോഡ് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് NMC ഗൈഡ് ലൈൻസ്. NMC ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെ ഒരേ ഒരു രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഇന്ത്യൻ എംബസി വെബ്സൈറ്റിലെ അഡ്വൈസറി ഫോർ മെഡിക്കൽ സ്റ്റുഡൻറ് സ്റ്റഡിങ് അബ്രോഡിൽ വളരെ കൃത്യമായും ഡീറ്റെയിൽ ആയിട്ടും NMCയുടെ റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചും MBBS കോഴ്സിന് ശേഷം അപ്പിയർ ചെയ്യേണ്ട ലൈസൻസ് എക്സാമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് എംബസി വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് കസാക്കിസ്ഥാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഇന്ത്യയിൽ തിരിച്ചു വന്ന് NMCയുടെ നെക്സ്റ്റ് എക്സാം എഴുതിയതിനു ശേഷം മെഡിക്കൽ PGക്കോ അതല്ലെങ്കിൽ ഇന്ത്യയിലൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ സാധിക്കും. ഇനി നമ്മൾ ഈ അക്രഡിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ FMGE, WDOMS അതുപോലെ WFME എല്ലാം ഈ പറഞ്ഞ സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി അപ്രൂവ്ഡ് ആണ്. കൂടാതെ UK GMC ലിസ്റ്റിലും ഉള്ളത് കൊണ്ട് തന്നെ പഠനശേഷം നിങ്ങൾക്ക് UK-ലോ അതല്ലെങ്കിൽ US, ഓസ്ട്രേലിയ, കാനഡ പോലത്തെ രാജ്യങ്ങളിൽ PG ചെയ്യാനും നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി തരുന്നുണ്ട്. SKMലെ പ്രോഗ്രാമും അതുപോലെ ഡ്യൂറേഷനും നോക്കുകയാണെങ്കിൽ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻസിൽ 42 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള SKMൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളാണ് നിങ്ങൾക്ക് മെഡിക്കൽ പ്രോഗ്രാംസ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസും പ്രൊഫസേഴ്സും ഉള്ളത് SKML അക്കാഡമിക്സിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ പോലെ തന്നെ 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പുമാണ് നിങ്ങൾക്ക് SKMൽ കിട്ടുന്നത്. പ്യോർലി ഇംഗ്ലീഷ് തോട്ട് MBBS പ്രോഗ്രാമാണ് സിലബസും വരുന്നത്. ആദ്യത്തെ 3 വർഷം പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റുകളാണ് നിങ്ങൾ വരുന്നത്. അതിൽ തന്നെ ബേസിക് മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്നിവയാണ് നിങ്ങൾ പഠിക്കുന്നത്. 3ാമത്തെ വർഷം മുതൽ നിങ്ങൾക്ക് വരുന്നത് ക്ലിനിക്കൽ റൊട്ടേഷൻസ് ആണ്. പാത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, പാത്തോഫിസിയോളജി എന്നീ ഏരിയാസിലാണ് ഈ വർഷങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് സമയത്ത് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ട്രെയിനിങ്സിന്റെ ഭാഗമായിട്ട് ഇന്റേണൽ മെഡിസിൻസ്, സർജറി, പീഡിയാട്രിക്സ്, ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിലും നിങ്ങൾ പഠിക്കുന്നതാണ്. ആദ്യത്തെ വർഷം കരിക്കുലത്തിൽ തന്നെ കസാക്ക് ലാംഗ്വേജും റഷ്യൻ ലാംഗ്വേജും ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ 3ാമത്തെ വർഷം മുതൽ നിങ്ങളുടെ പേഷ്യൻസ് ഇൻട്രാക്ഷൻസിന്റെ സമയത്ത് ഈ ലാംഗ്വേജുകളായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക. ഇനി ഇവിടുത്തെ എക്സാമുകൾ വരുന്നത് സെമസ്റ്റർ വൈസ് ആയിട്ടാണ്. ഓരോ
സെമസ്റ്ററിലും ഇന്റേണൽ അസസ്മെന്റ്സും അതുപോലെ മിഡ് സെമസ്റ്റർ എക്സാംസുകളും ഉണ്ടായിരിക്കും. അതിൽ തന്നെ വൈവ, എൻഡ് സെമസ്റ്റർ എക്സാമുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി ഇതിൽ തന്നെ തിയറി എക്സാമിനാണെങ്കിൽ MCQ, ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ്, എസ്സേസ് എന്നിവയാണ് നിങ്ങൾക്ക് വരുന്നത്. സെമസ്റ്റർ എക്സാമുകൾ കൂടാതെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള എക്സാമുകളും യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യാറുണ്ട്. പ്രാക്ടിക്കൽസിന് പേഷ്യൻസ് എക്സാമിനേഷനും ലബോറട്ടറി എക്സാമുകളാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് ഫൈനൽ ഇവാലുവേഷൻ, സ്റ്റേഷൻസ് എക്സാമുകളും നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. സോ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കുന്ന രീതിയിലാണ് SKMയിലെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിനിക്കൽസ് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ചെയ്യാൻ സാധിക്കുന്ന അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസ് ആണ് SKMയ്ക്ക് ഉള്ളത്. ലബോറട്ടറി സ്റ്റഡീസ്, ലെക്ചേഴ്സ്, പ്രാക്ടിക്കൽ സെഷൻസ്, റിസർച്ച് വർക്ക് എന്നിങ്ങനെ ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് ആണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. 12 സ്റ്റുഡൻസിന്റെ ചെറിയ ബാച്ചുകളായിട്ടാണ് SKMയിൽ ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ഓരോ സ്റ്റുഡൻസിന് കിട്ടാനും ഇത് ഒരുപാട് ഉപകരിക്കും. 1500 മുകളിൽ വെൽ ക്വാളിഫൈഡ് പ്രൊഫസേഴ്സ് ആണ് SKMയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ട്യൂഷൻ ഫീസും അക്കോമഡേഷൻ ചാർജസിനെയും കുറിച്ചിട്ട് നോക്കാം. SKMയിലെ ട്യൂഷൻ ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക് $4400 ആണ്. ഏകദേശം 3,80,000 ഇന്ത്യൻ രൂപയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് 2 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടക്കാനുള്ള ഓപ്ഷൻസും യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഇനി അക്കോമഡേഷൻസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത് ഒരു വർഷത്തേക്ക് $800 ആണ്. അതായത് 70,000 ഇന്ത്യൻ രൂപയാണ് ഒരു വർഷത്തെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ വളരെ സേഫ് ആണ്. കൂടാതെ യൂണിവേഴ്സിറ്റി കെയർ ടേക്കറും സെക്യൂരിറ്റിയും ഹോസ്റ്റൽ എൻട്രി പോയിന്റിൽ തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലിവിംഗ് എക്സ്പെൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഭക്ഷണം. സോ ഫുഡിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ തന്നെ മെസ് ഓപ്ഷൻസ് ഉണ്ട്. ഒരു വർഷത്തേക്ക് $1200 ആണ് മെസ് ചാർജ് ആയിട്ട് വരുന്നത്. ഏതാണ്ട് 1,00,000 ഇന്ത്യൻ രൂപയാണ് ഒരു വർഷത്തേക്കുള്ള മെസ് ഫീസ് ആയിട്ട് വരുന്നത്. എങ്കിലും നിങ്ങൾക്കുള്ള ഒരു അഫോർഡബിളും ഹെൽത്തിയറുമായിട്ടുള്ള ഒരു ഓപ്ഷൻ സെൽഫ് കുക്കിംഗ് തന്നെയാണ്. 2ാമത്തെ വർഷം മുതൽ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസിലേക്കും മാറാവുന്നതാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു ട്രാവലിംഗ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയറസ്റ്റ് എയർപോർട്ട് ആയിട്ടുള്ള ഷിംകന്ത് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം. ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും പിന്നീട് ഡൽഹിയിൽ നിന്ന് ഷിംകന്തിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകളാണ് ചൂസ് ചെയ്യാറ്. കസാക്കിസ്ഥാനിലേക്ക് പൊതുവെ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വളരെ കുറവായതുകൊണ്ട് തന്നെ 20,000 മുതൽ 25,000 രൂപയുടെ ഉള്ളിൽ മാത്രമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നത്. കസാക്കിസ്ഥാനിലെ കറൻസി വരുന്നത് കസാക്കിസ്ഥാൻ ടെങ്കിയാണ്. 100 ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഏതാണ്ട് 855 കസാക്കിസ്ഥാൻ ടെങ്കിയാണ്. അതുകൊണ്ട് തന്നെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ്. ഇനി നമ്മൾ കസാക്കിസ്ഥാനിലെ 5 വർഷത്തെ MBBS പ്രോഗ്രാമിന് ശേഷം 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ചെയ്ത് കസാക്കിലെ ലൈസൻസിങ് എക്സാം എഴുതാവുന്നതാണ്. നിലവിൽ റഷ്യൻ ഭാഷയിലും കസാക്ക് ഭാഷയിലും ഇംഗ്ലീഷ് എന്നിങ്ങനെ 3 ഓപ്ഷൻസിലായിട്ടാണ് നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു എക്സാം എഴുതി പാസ്സായതിനു ശേഷം കസാക്കിൽ തന്നെ നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാം. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് MBBS പഠിക്കാൻ പോകുന്ന നല്ലൊരു ശതമാനം സ്റ്റുഡൻസും കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ NMCയുടെ നെക്സ്റ്റ് എക്സാം എഴുതി പാസ്സായതിനു ശേഷം PG പഠിക്കാനോ അതുമല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാനാണ് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് തരുന്ന ഒരു രാജ്യം കസാക്കിസ്ഥാനാണ്. ഈ ഒരു ഡ്യൂറേഷനെ കുറിച്ചിട്ടും MBBS പ്രോഗ്രാമിനെ കുറിച്ചും MBBS കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ലൈസൻസിനെ കുറിച്ചിട്ടും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് കസാക്കിസ്ഥാൻ മാത്രമാണ്. ഇനിയൊരു കസാക്കിസ്ഥാനിലെ MBBS എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നീണ്ട 10-15 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇന്ത്യയിൽ നിന്നും പഠിക്കാൻ പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ വന്ന കസാക്കിസ്ഥാൻ ഡോക്ടർമാരുടെ എണ്ണം നിരവധിയാണ്. ഈ റീസെന്റ് ആയിട്ടുള്ള FMGE പാസ് പെർസെൻറ്റേജ് പരിശോധിച്ചാൽ തന്നെ സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമിയിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് FMGE എക്സാം എഴുതി പാസ്സായിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള പല ഹോസ്പിറ്റലുകളിലും പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. കൂടാതെ നിംസ് യൂണിവേഴ്സിറ്റി ജയ്പൂരുമായും മൈസൂർ JSS മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ടും കൊളാബറേറ്റ് ചെയ്ത് മെഡിക്കൽ സ്റ്റുഡൻസിന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന പ്രത്യേകതയും സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമിക്കുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ 2025 MBBS പഠിക്കാൻ തീർച്ചയായും നിങ്ങൾക്കുള്ള ഒരു മികച്ചൊരു ഓപ്ഷൻ കൂടിയാണ് SKMA. സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ അക്കാഡമിയിലെ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും MBBS അബ്രോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും കമൻ്റായി നിങ്ങൾക്ക് അറിയിക്കാം. നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാവുന്ന ടോപ്പ് റാങ്ക്ഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ. താങ്ക്സ് ഫോർ വാച്ചിങ്.